ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെച്ച് കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിലെ ക്രമക്കേട് അക്കമിട്ട് നിരത്തി CAG റിപ്പോർട്ട്. 1500 രൂപ നിരക്കിൽ PPE കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. കേരള സഹകരണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പായ ഇരിഞ്ഞാലക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് 11,000-ഓളം പേരുടെ 312 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടതു ഭരണസമിതിയിലെ ചിലരും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുത്തത്. ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ച സർക്കാർ 108 ആംബുലൻസ് സർവീസ് കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറി. കെ ഫോൺ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറാണ് ഒരു കത്തിലൂടെ ഈ 500 കോടി രൂപയുടെ വർധനവ് ഈ പദ്ധതിയിൽ ഉണ്ടാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ്. ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന നൽകുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ ഒളിവിലെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം A13 പ്രത്യേക അന്വേഷണ സംഘം.